ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരമായ ശ്രീശാന്തിനെ വീണ്ടും പൂട്ടി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. കഴിഞ്ഞ സമയങ്ങളിൽ ശ്രീശാന്ത് നടത്തിയ ചില പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ 3 വർഷത്തേക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ താരത്തെ വിലക്കിയിരിക്കുകയാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് നടക്കുന്നതിനിടെ സഞ്ജു സാംസനെ പറ്റി ശ്രീശാന്ത് നടത്തിയ പരാമർശങ്ങളാണ് വലിയ രീതിയിൽ ചർച്ചയായത്. സഞ്ജുവിന് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം ലഭിക്കാതിരുന്നതിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനും പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആരോപണമായിരുന്നു ശ്രീശാന്ത് ഉന്നയിച്ചത്. മാത്രമല്ല, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പല താരങ്ങളെയും ഉയർന്നുവരാൻ സമ്മതിക്കുന്നില്ല എന്ന തരത്തിലും ശ്രീശാന്ത് ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഇത്തരത്തിൽ സത്യവിരുദ്ധവും അപമാനകരവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശ്രീശാന്തിനെതിരെ ഇപ്പോൾ വലിയ നടപടിക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുന്നോട്ടു പോകുന്നത്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രത്യേക ജനറൽ ബോഡി യോഗത്തിലാണ് ഇത്തരത്തിൽ ശ്രീശാന്തിനെതിരെ ഒരു തീരുമാനം എത്തിയത്. നിലവിൽ കേരള ടീമിന്റെ മറ്റു പദങ്ങൾ അലങ്കരിക്കുന്നില്ലെങ്കിലും കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഒരു പ്രധാന ഭാഗമാണ് ശ്രീശാന്ത്. കൊല്ലം ഏരിയസ് ഫ്രാഞ്ചൈസിയുടെ സഹ ഉടമ കൂടിയാണ് ശ്രീശാന്ത്. ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ശ്രീശാന്തിനെതിരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ നടപടിക്ക് മുതിർന്നിരിക്കുന്നത്. ശ്രീശാന്തിന് മാത്രമല്ല, സഞ്ജുവിന്റെ പേരിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച പിതാവ് സാംസൺ വിശ്വനാഥന്റെയും റെജി ലൂക്കോസിന്റെയും പേരിൽ നഷ്ടപരിഹാരത്തിന് കേസ് നൽകാനും ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.